ഹായ് നമസ്തേ, കപ്പിൾസിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തിനാണ്? ഇന്നത്തെ പരിപാടി നമ്മൾ ആട് 3ന്റെ പുതിയ കുറച്ച് പോസ്റ്റർ വന്നിട്ടുണ്ട്. പുതിയ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസന്റ് കാലഘട്ടം അല്ലെങ്കിൽ കറണ്ട് എന്താണ് ഒരു കറണ്ട് ഇപ്പോഴത്തെ ഒരു ഇതിന് മുമ്പ് പാസ്റ്റ് വന്നിട്ടുണ്ട്. അത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ കൊള്ളായിരിക്കും. നമ്മളിപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ആടത്തിൽ അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഇങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് നോക്കാം. അപ്പം പുതിയ പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഇന്നലെ വന്നൊരു പോസ്റ്റർ തന്നെ തുടങ്ങണം. അതായത് നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇഡിയറ്റ്സ് ഫ്രം ദ പ്രസന്റ് ടൈം ലൈൻ എന്നാണ് ഫ്രം ടുമോറോ 8 PM എന്ന ആ വണ്ടിയിലാണ് എഴുതിയിരുന്നത്. നമുക്കപ്പോൾ എന്തായാലും പുതിയ വന്ന ക്യാരക്ടേഴ്സിനെ നോക്കാം. ആദ്യം തന്നെ സാത്താൻ സേവിയർ, നമ്മുടെ സണ്ണി വേന്റെ കുറച്ചുകൂടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലും കണ്ട പോലത്തെ ഒരു ക്യാൻവാസ് അല്ല, കുറച്ചും കൂടെ കളർ ഗ്രേഡും കാര്യങ്ങളും ഒരു വെറൈറ്റി മോഡൽ പിടിച്ച സാധനമാണ് അത് തന്നെ. പിന്നെ അടുത്ത വന്ന് നമ്മുടെ അറക്കലാവും. അത് പിന്നെ എന്നും ഷാജിയേട്ട ഇവിടെ അത് പ്രത്യേകിച്ച് മാറ്റമില്ല. തൊപ്പിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഫസ്റ്റില് വന്ന തൊപ്പി വെച്ചാൽ നോർമൽ ആ വെള്ള തൊപ്പിയായിരുന്നു. സെക്കൻഡിൽ വന്നപ്പോൾ കളർ കുറച്ചും കൂടെ മാറി. ഇപ്പം വേറൊരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട്. എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കൊള്ളാല്ലേ. കറക്റ്റ് വണ്ടി ഇറങ്ങി വരുന്ന സീനാണ്. മിക്കവാറും ഇൻട്രോ ആയിരിക്കും. പിന്നെ അടുത്ത വന്നത് ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ആണ്. ക്യാപ്റ്റൻ ഗ്ലീറ്റസ് സ്ഥിരമായിട്ട് നമ്മുടെ സച്ചിന്റെ ഫോട്ടോയാണ് നെഞ്ചില്. വട്ടുകൂടിയ പോലത്തെ ഒരു ലുക്ക്. എടാ മുഖം ഒന്നും മാറിയിട്ടില്ല എടാ, കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള പ്രായമായില്ലടാ. അല്ല, അതില് വിജയ് ബാബുവിനെ പറഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞ് 7 വർഷത്തിന് ശേഷമുള്ള ഒരു തുടങ്ങിയത് അവിടെ നിന്ന് തന്നെയാണ്. പക്ഷെ അവർ ആ 2018 കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞാണ് അവർ പ്രോജക്റ്റിലോട്ട് വരുന്നത് അടുത്ത. അപ്പൊ അതിന്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേറ്റ് ലാറ, ഇതാ പുതിയൊരു പടം. പക്ഷെ കൊള്ളാം, മറ്റേ എമ്പുരാനിലെ ഹെലികോപ്റ്ററിൽ ഒന്ന് ഇറങ്ങി. നിങ്ങളുടെ പാസ്റ്റിൽ ശ്രദ്ധിച്ചാൽ അറിഞ്ഞൂടെ, ഒരു ഗുഡ് ഫോർച്യൂൺ എന്നും കണ്ടായിരുന്നു, ഭാവി പ്രവചിക്കുന്ന ആളായിട്ട്. ഹെലികോപ്റ്ററിനോട് കണ്ട ലാലിട്ടുണ്ട്. എടാ ഇത് എനിക്ക് തോന്നണേ മറ്റേ നമ്മളെ ഡ്യൂഡിന്റെ ആൾക്കാരില്ലേ, ഹോങ്കോങ്ങിൽ നിന്ന് വന്നതായിരിക്കും മിക്കവാറും. ഡ്യൂഡ് വിളിച്ചു വരുത്തിയായിരിക്കും. അതുപോലെ പ്രശ്നമുണ്ട്, വാ ഇങ്ങോട്ട്. മിക്കവാറും അതിന്റെ പേരെന്തോന്നടാ, ആട് തിന്നണം അത് ഇനിയുണ്ട്, അത് പറയാൻ പറ്റുമല്ല കൊണ്ട് കണ്ടില്ലല്ലോ. പിന്നെ നമ്മുടെ ഇന്ദ്രൻസേട്ടന്റെ പി പി ശശി കഴിഞ്ഞ മന്ത്രിയായിരുന്നു, ഇപ്പം MLA അല്ലേ കറന്റ്ലി. ശരിക്കുള്ള ആവശ്യം ഇപ്പം എന്താണ്, കറന്റ്ലി MLA ആണ്. അപ്പം പുള്ളി MLA ആയിരിക്കും എന്തായിരുന്നാലും, എന്തോ നോക്കാത്. പിന്നെ ഇപ്പൊ അതിനകത്ത് മന്ത്രി എന്ന് മൈക്കുകൾ വെച്ച് 24, മനോരമ, മാതൃഭൂമി, റിപ്പോർട്ടർ, ഏഷ്യ ന്യൂസ് എല്ലാം ഉണ്ട്, നിരത്തി വെച്ചിട്ടുണ്ട്. എന്തോ ഒരു വലിയ പത്രസമ്മേളനമാണ്. നീലക്കൂല് മാത്രമില്ല ന്യൂസ് റിപ്പോർട്ടില്ലാത്ത നീലക്കൂല്. പിന്നെ സർബത്ത് ഷമീർ അടുത്തത്, അതിനെ പറയാ നാരങ്ങ തൂക്കി കിടപ്പുണ്ട്. അങ്ങനെ വിജയ് ബാബുവിന്റെ. പിന്നെ പുള്ളിയുടെ മെയിൻ ആളില്ല, ശരിയാണ്, മരിച്ചുപോയി. ബാക്കിൽ ഇത് നമ്മുടെ നോബിയുണ്ട്. പിന്നെ അങ്ങേരെ പേര് അറിഞ്ഞൂടാ, മറന്നുപോയി. പിന്നെ ഇതൊരു ചന്തയാണെന്ന് തോന്നുന്നു കേട്ടോ. ബാക്കിൽ കണ്ട ഒരു സാധനമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്, ഒരു ചന്ത ലുക്ക് ഉണ്ട്. ആടെ ഫ്രണ്ടിലും അതുണ്ട് ആയിരിക്കും. ആണ്ട് ഇവിടെ ഉണ്ട്, എന്തോ ഒരു മാർക്കറ്റിന്റെ അടി കടന്നിട്ടുള്ള സീനാണ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡ്യൂഡിന്റെ സ്ഥിരം ഗ്യാങ് തന്നെയാണ് ബാക്കിലുള്ളത്. അല്ല ഇവർ രണ്ടൊരു പുതിയതല്ലേ? എല്ലാരും വരുമ്പോഴും കത്തോടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അറിയാലോ പാപ്പൻ വന്നത്. പാപ്പനെ പറയുമ്പോഴത്തേക്കും ലുക്ക് മാറി, മുണ്ട് മാറി, ടീഷർട്ടും മാറി. അത് എല്ലാ ഇതിലും മാറുന്നുണ്ട്. പുള്ളിയുടെ ഭാര്യ തന്നെയാണ് ഡിസൈൻ ചെയ്യണത്. പിന്നെ അതേ ഫുക്രൂനെ കണ്ട, ഷാജി അവന്റെ ബാക്കിൽ ഫുക്രു ഉണ്ട്. എന്തോ ആവോന്ന് അറിഞ്ഞൂടാ. ചിലപ്പോ പഴയ ഒരു വേറെ ലുക്ക് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത് പണ്ടത്തെ ലുക്ക്, ആദ്യത്തെ ലുക്ക് വന്നിട്ട് പൂർണ്ണമായിട്ട് ആയിട്ടില്ല. എടാ പണ്ട് മെലിങ്ങി സ്കെൽറ്റ് അല്ലേ ഇപ്പൊ എല്ലാം കൊള്ളാം. ഇപ്പൊ ഫുക്രുവിനെ പറ്റി അവർക്ക് നെഗറ്റീവ് ഉണ്ട്, എന്തോന്നാവും കൊളവാക്കുമെന്നൊക്കെ. ഫുക്രു മിക്കവാറും നല്ല ഫുള്ള് ട്രോള് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ. പക്ഷെ കുഴപ്പമില്ലടാ, പുള്ളി അവന് പറ്റിയ സിനിമയാണ് ആട്.
അല്ല നോക്കാം. അല്ല പാസ്റ്റിലൊപ്പം വരൂല ഫുക്രു. ആ പാസിൽ വരും. എന്തിനാവോ ഒന്ന് ഫുക്രുനെ കൊണ്ടുപോകുന്നേ. പറയാൻ പറ്റും, ചെറുക്കാൻ ചിലപ്പോ കത്തിക്കും. ഫ്യൂച്ചറിൽ പടം ഇറങ്ങട്ടെ, ചിലപ്പോ മിക്കവാറും എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. കേട്ടപ്പടം. ഇപ്പം ഇതൊക്കെയാണ്, ഇത്രയും പോസ്റ്ററാണ് വന്നത്. പുതിയൊരു ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നു, ലാറ എന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് ആട് 3നെ പറ്റി പറയാനുള്ള. ഏച്ചി കൊള്ളാം. വിജയ് ബാബു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, പടം എവിടെ നിർത്തിയോ അവിടെ അതായത് അവർക്ക് എത്രയും ഡോളർ കിട്ടി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അജോർഗീസ് കാണുമായിരിക്കില്ലേ? കാണുമായിരിക്കും, കാണാതിരിക്കൂല, ഉറപ്പായിട്ടും കാണും. എന്റെ ട്രൗസർ എടുത്തോണ്ട് അപ്പം ആര് വന്നാലും തിയേറ്റർ പൂരപ്പറമ്പാവും. ഇത്ര പറയാം. പിന്നെ ഏതൊക്കെ ഗസ്റ്റ് റോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്, സസ്പെൻസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെ പറയാനുള്ളൂ. നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ലാങ്കറ്റ്.